ജനുവരി ഒക്കെ ആയില്ലേ, ഇപ്പോൾ പച്ചക്കറി നട്ട ഇരട്ടി വിളവാണ് കേട്ടോ. അപ്പോൾ ഞാൻ കുറച്ച് വിത്തുകളൊക്കെ മേടിച്ചിട്ടുണ്ട്. പക്ഷേ അതിന് മുന്നേ എൻ്റെ ടെറസിൽ ഇപ്പോഴുള്ള പച്ചക്കറികളും അതിൻ്റെ ഗ്രോത്തും കാര്യങ്ങളും പിന്നെ അതിന് കൊടുക്കുന്ന വളങ്ങളൊക്കെയാണ് ഇന്നത്തെ വീഡിയോയിൽ ഉൾപ്പെടുത്തിയിട്ടുള്ളത്. അപ്പോൾ എല്ലാവരും വീഡിയോ സ്കിപ്പ് ചെയ്യാതെ കാണണം കേട്ടോ. രണ്ട് നല്ല വഴുതനത്തൈ ഉണ്ട്. അപ്പോൾ അത് നടുന്നതാണ് ആദ്യം കാണിക്കുന്നത്. അപ്പോൾ അത് നമ്മൾ കരിയിലും മണ്ണും കമ്പോസ്റ്റൊക്കെ കൂടിയിട്ട് ചാക്കിൽ സെറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ട് കേട്ടോ. ഈ ചാക്കിൽ കരിയില, അതുപോലെ ചകിരി, പിന്നെ കമ്പോസ്റ്റും പിന്നെ അതുപോലെ മേളിൽ കുറച്ച് മണ്ണൊക്കെ ഇട്ടിട്ട് സെറ്റാക്കി വെച്ചതാണ്. ഇത് ചാക്ക് നടു കീറിയിട്ടുള്ളതാണ് കേട്ടോ. അപ്പോൾ രണ്ട് വഴുതനത്തൈ ഒരു ചാക്കിൽ നടാന്നുള്ള രീതിയിലാണ് ഞാൻ ചാക്ക് സെറ്റ് ചെയ്തിട്ടുള്ളത്. കൂടുതൽ കരിയിലാണ് ഇട്ടാണ് നിറച്ചിട്ടുള്ളത്. അടിയിൽ നല്ലോണം ചകിരി ഇട്ടിട്ടുണ്ട്. അപ്പോൾ ഇത് ഇങ്ങനെ ഈ രീതിയിൽ നടുകയാണെങ്കിൽ നമുക്ക് ഇനി വരുന്നത് വേനൽക്കാലമാണ്. അപ്പോൾ 2 നേരം വെള്ളം ഒഴിച്ചിട്ടില്ലെങ്കിലും ഇതിൽ ഈർപ്പം നിൽക്കും. പിന്നെ നല്ല വളമാണ് കേട്ടോ. കരിയില നല്ല വളമാണ്. അപ്പോൾ ചെടികൾക്ക് നല്ല വളർച്ചയുണ്ടാവും കേട്ടോ. അപ്പോൾ നമ്മൾ 2 വഴുതന നട്ടിട്ടുണ്ട്. പിന്നെ നമ്മൾ കുറേ മുളക് തൈകൾ മുളപ്പിച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ അതൊക്കെ ഒരു സൈഡിൽ നട്ടിട്ടുണ്ട് കേട്ടോ. അപ്പോൾ എന്തായാലും വഴുതന നട്ടതല്ലേ, ഞാൻ കുറച്ച് മണ്ണും കൂടി അതിൻ്റെ മുകളിലേക്ക് ഇട്ട് കൊടുക്കുന്നുണ്ട്. അപ്പോൾ എനിക്ക് 2 വഴുതന തൈ ഉള്ളൂ. ഇപ്പോൾ ഞാൻ നട്ടിട്ടുള്ളത് ജനുവരിയിലാണ് നട്ടത്. പിന്നെ ഇത് മുളകിൻ്റെ കുറച്ച് തൈകൾ, മുളക് ഞാനൊരു 6 ചട്ടിയിൽ നട്ടിട്ടുണ്ട്. ചെടിച്ചട്ടിയിലാണ് മുളക് നട്ടിട്ടുള്ളത്. നമുക്ക് നേരത്തെ 2 മുളക് തൈയാണ് ഉണ്ടായിരുന്നത്. ഈ 2 എന്നൊക്കെ പറയുന്നത് ഞാനൊരു ചെറിയൊരു കർഷകയാണ്, തുടങ്ങിയിട്ടേ ഉള്ളൂ, ഞാൻ ടെറസുകാരൻ തുടങ്ങിയിട്ടുള്ളൂ കേട്ടോ. പിന്നെ നമ്മുടെ ആകെ കൂടിയിട്ട് ഇതാ ഒരു തക്കാളി തൈ, എൻ്റെ ചാനൽ കാണുന്നവർക്ക് അറിയാം ഞാനൊരു തക്കാളി തൈ നട്ട കാര്യങ്ങളൊക്കെ എല്ലാവരും എൻ്റെ ചാനൽ മുന്നേ കാണുന്ന എൻ്റെ കൂട്ടുകാർക്ക് അറിയാം. അപ്പോൾ നമ്മുടെ തക്കാളി തൈ ഇതാ ഇതുവരെ വളർന്നിട്ട് പൂവുണ്ടാവാൻ തുടങ്ങിയിട്ടുണ്ട്. ഇനി കായ ഉണ്ടാവും, ഞാൻ കാണിച്ചു തരുന്നുണ്ട് കേട്ടോ. പിന്നെ അതിൻ്റെ താഴെയായിട്ട് കുറേ തക്കാളി തൈകൾ മുളപ്പിച്ചിട്ടുണ്ട് കേട്ടോ. അപ്പോൾ അതൊക്കെ നമുക്ക് ഇനി വേറെ വീഡിയോയിൽ മാറ്റി നടാം. പിന്നെ അപ്പോൾ ഞാൻ ഈ തക്കാളിനെ പറ്റിയിട്ടുള്ള നല്ലൊരു വീഡിയോ ആയിട്ട് ഇനി വരും കേട്ടോ. പിന്നെ നമ്മുടെ കയ്യിലുള്ളത് വെണ്ടയ്ക്കയാണ്. വെണ്ടയ്ക്ക 3 തൈകളാണ് നമ്മുടെ കയ്യിൽ ഇപ്പോൾ ഉള്ളത് കേട്ടോ. അപ്പോൾ അതിൻ്റെ 3ൻ്റെ മുകളിലും പൂവും കായൊക്കെ ഉണ്ടാവാൻ തുടങ്ങിയിട്ടുണ്ട്. ഇതെല്ലാം ഞാൻ കരിയില സെറ്റ് ചെയ്തിട്ട് ചാക്കിൽ കരിയില സെറ്റ് ചെയ്ത് ടാണിട്ടായി വെണ്ടയും മുളകും അതുപോലെ തന്നെ വഴുതനയും നട്ടിട്ടുള്ളത്. എൻ്റെ ടെറസിൽ ഫുള്ളും ഈ കരിയിലയിലാണ് കേട്ടോ ഞാൻ ടെറസിൽ ഫുള്ള് കൃഷിയും ചെയ്യുന്നത്. അപ്പോൾ ഒരുപാട് വെറൈറ്റി കൃഷികളും ഇതിൻ്റെ കൂട്ടത്തിലുണ്ട്. നമ്മൾ ഉരുളക്കിഴങ്ങ് നട്ടിട്ടുണ്ട്, കപ്പ നട്ടിട്ടുണ്ട്. അപ്പോൾ സൈഡിൽ ഇരിക്കുന്നത് കപ്പയാണ്. അപ്പോൾ നമ്മുടെ വെണ്ടത നല്ലപോലെ കായ ഉണ്ടാവാൻ തുടങ്ങിയിട്ടുണ്ട് കേട്ടോ. അപ്പോൾ ഇതിന് ഇടയ്ക്ക് ഞാൻ സ്ലറി ഒഴിച്ചു കൊടുക്കാറുണ്ട്. അത് നല്ല വളമാണ്. ആഴ്ചയിൽ ഒരിക്കൽ സ്ലറി മിക്സ് ചെയ്തിട്ട് ഒഴിച്ചു കൊടുക്കാറുണ്ട് കേട്ടോ. ഒരു 10 ലിറ്റർ വെള്ളത്തിൽ സ്ലറി മിക്സ് ചെയ്തിട്ട് ഒഴിച്ചു കൊടുക്കാറുണ്ട്. പിന്നെ നമ്മുടെ പുതിനയില ഇങ്ങനെ വെച്ചാൽ പിടിക്കുമോ എന്നൊക്കെ ചോദിച്ചിട്ടുണ്ടായിരുന്നു. പുതിനയില വീഡിയോ ചെയ്തപ്പോൾ ഒരുപാട് പേര് സംശയം ചോദിച്ചിട്ടുണ്ടായിരുന്നു, ഇത് പിടിക്കുമോ, ഇത് കരിഞ്ഞു പോവില്ലെന്ന്. പക്ഷേ നമ്മുടെ പുതിനയില ഇപ്പോൾ നന്നായിട്ട് ഇല വന്നിട്ടുണ്ട്, പുതിയ ഇലകൾ. ഞാൻ അത് നടുന്ന വീഡിയോ ഞാൻ എൻ്റെ ചാനലിൽ ഇട്ടിട്ടുണ്ട്, അതൊന്ന് കയറി കാണണം കേട്ടോ. അപ്പോൾ നല്ല അടിപൊളിയായിട്ടാണ് എൻ്റെ പുതിനയില വന്നിട്ടുള്ളത്. അപ്പോൾ ഞാൻ ഇതിൽ നിന്ന് ഉള്ളിയിട്ട് ഞാനിപ്പോൾ ചായക്ക് എടുക്കുന്നുണ്ട്. വീണ്ടും അത് പൊടിച്ച് വന്നിട്ടുണ്ട്. പിന്നെ അത് വെള്ളരിയും കായകൾ ഉണ്ടാവാൻ തുടങ്ങിയിട്ടുണ്ട്. ചെറിയ രീതിയിൽ കുഞ്ഞു കായകൾ വരുന്നുണ്ട് കേട്ടോ. നല്ലോണം പൂവിട്ടിട്ടുണ്ട്. അപ്പോൾ ഇതിനൊക്കെ ഞാൻ ആഴ്ചയിൽ ഒരു ദിവസം സ്ലറി ഒഴിച്ചു കൊടുക്കുന്നുണ്ട്. പിന്നെ നമ്മുടെ ഉള്ളി അടിപൊളിയായിട്ട് വന്നിട്ടുണ്ട്. ഉള്ളിയും പിന്നെ എന്താണുള്ളത്, ഉരുളക്കിഴങ്ങ് നട്ട വീഡിയോ ഞാൻ ചാനലിൽ ഇട്ടിട്ടുണ്ട്. ഉരുളക്കിഴങ്ങ് അടിപൊളിയായിട്ട് പിടിച്ചിട്ടുണ്ട് കേട്ടോ. ഉരുളക്കിഴങ്ങിൻ്റെ ആദ്യ പരീക്ഷണമായിരുന്നു. ഉരുളക്കിഴങ്ങ് ഞാൻ ആദ്യമായിട്ടാണ് നടുന്നത്. അപ്പോൾ ആദ്യമായിട്ട് നട്ടത് വൻ വിജയമായിട്ടുണ്ട്. ഇതുവരെ സക്സസ് ആയിട്ട് നിൽക്കുന്നുണ്ട്. അതിന് യാതൊരു കുഴപ്പമില്ല. പിന്നെ ഉരുളക്കിഴങ്ങിന് വേണ്ടത് സ്ലറിയും അതുപോലെ പച്ചക്കറിയുടെ കമ്പോസ്റ്റുമാണ് ഉരുളക്കിഴങ്ങിന് വേണ്ടത് കേട്ടോ. അപ്പോൾ അത് ഉരുളക്കിഴങ്ങിൻ്റെ ഡീറ്റെയിൽ വീഡിയോ ഞാൻ ഇതിൻ്റെ വിളവെടുത്തതിന് ശേഷം ചെയ്യാം. പിന്നെ പൊന്നാങ്കണ്ണി ചീര ഇതാ ബക്കറ്റിൽ വെച്ച് പിടിപ്പിച്ചിട്ടുണ്ട് കേട്ടോ. പൊന്നാങ്കണ്ണി നല്ല അടിപൊളി വിറ്റാമിൻസ് ഉള്ള നല്ലൊരു ചീരയാണ് കേട്ടോ. അപ്പോൾ എല്ലാവരും ഇത് ഉണ്ടാക്കി കഴിക്കിയത് നട്ട് പിടിപ്പിക്കണേ. വളരെ എളുപ്പത്തിൽ പിടിപ്പിക്കാൻ പറ്റിയൊരു ചീരയാണ് പൊന്നാങ്കണ്ണി. അപ്പോൾ നമ്മൾ അതിൻ്റെ താഴെ നിൽക്കുന്നത് ചൊരക്കയുടെ തൈയാണ്. പിന്നെ ഇത് കോവലാണ് കേട്ടോ. കോവലിൻ്റെ കമ്പ് നമ്മൾ നാട്ടിൽ നിന്ന് കൊണ്ടുവന്നിട്ടുണ്ടായിരുന്നു, ഉമ്മ കൊണ്ടുവന്നിട്ടുണ്ടായിരുന്നില്ലേ. അപ്പോൾ അതിൻ്റെ കമ്പ് പിടിപ്പിച്ചതാണ് കേട്ടോ ഈ കോവൽ. പിന്നെ 2 ചൊരക്കേൻ്റെ വിത്ത് തൈകൾ ഉണ്ടായിട്ടുണ്ട് 2 ബക്കറ്റിൽ. പിന്നെ കോവലും അത്യാവശ്യം നല്ല രീതിയിൽ വന്നിട്ടുണ്ട്. പിന്നെ ബീൻസിൻ്റെ തൈകൾ ചെറിയ തൈകളാണ് ബീൻസിൻ്റെ. അത് കായ ഉണ്ടാവാൻ തുടങ്ങിയിട്ടില്ല, പൂവൊക്കെ ഉണ്ടായിട്ടുണ്ട് കേട്ടോ. പിന്നെ ബീൻസിൻ്റെ വിത്ത് എവിടെ നിന്ന് കിട്ടിയെന്ന് വെച്ചാൽ നമ്മുടെ കടയിൽ നിന്ന് വേസ്റ്റ് കൊണ്ടുവരുമ്പോൾ അതിൽ നിന്ന് മുളച്ചുണ്ടാവണം കേട്ടോ ബീൻസ്. എല്ലാ ചെടിച്ചട്ടിയിലും ബീൻസ് നിൽക്കുന്നുണ്ട്. പിന്നെ മുളക് നമ്മുടെ കയ്യിൽ ഒരു ചെറിയ 2 തൈകളുള്ളൂ. അതിൻ്റെ മുകളിൽ ഇടയ്ക്ക് മുളക് ഉണ്ടാവാറുണ്ട് കേട്ടോ. മുളക് ഇപ്പോൾ കുറച്ച് തൈകൾ ഉണ്ടാക്കിയിട്ട് നട്ടിട്ടുണ്ട്. ഇനി അതൊക്കെ വലുതാവണം. പിന്നെ നമുക്ക് ഈ ജനുവരിയിൽ നമുക്ക് ഉണ്ടാകുന്ന ഒരു സംഭവമാണ് ചീര കേട്ടോ. ഈ ചീരകളൊക്കെ ഞാൻ ഓരോ ചട്ടികളിൽ നിന്നും പിന്നെ അതുപോലെ നമ്മുടെ ഷൈനി ചേച്ചിയുടെ വീട്ടിൽ നിന്നും പിന്നെ എൻ്റെ വേറൊരു നസീമത്തുണ്ട് എനിക്ക് ചെടി കൊടുന്നേരുന്നത്, ആ തള വീട്ടിൽ നിന്നൊക്കെ ഞാൻ ചീര കളക്ട് ചെയ്തിട്ട് ഇവിടെ തെർമോക്കോളിലാണ് കേട്ടോ ചീര നടന്നത്. തെർമോക്കോളിൽ കരിയിലിട്ടിട്ട് മേലെ കുറച്ച് മണ്ണിട്ട് കൊടുത്തിട്ടാണ് സെറ്റാക്കിയിട്ടുള്ളത്. അപ്പോൾ അതിലാണ് ഞാൻ ഈ ചീര നട്ടിട്ടാ. ചീര ഈ ജനുവരിയിൽ നല്ലൊരു കൃഷിയാണ്. ഈ സമയത്ത് ചീര നട്ട് കഴിഞ്ഞാൽ നമുക്ക് നല്ലോണം കിട്ടും കേട്ടോ ചീര. അപ്പോൾ ചുവപ്പ് ചീര ഉണ്ട്, പച്ച ചീര ഉണ്ട്, പിന്നെ പൊന്നാങ്കണ്ണി ചീര ഉണ്ട്, പിന്നെ ഒരു സാമ്പാർ ചീര ഉണ്ട് ടെറസിൽ. അത് പിടിച്ചു വന്നിട്ടില്ല കേട്ടോ. സാമ്പാർ ചീര പോയതായിരുന്നു. പിന്നെ ഒന്നും കൂടി ഞാനത് നട്ട് വരുന്നേ ഉള്ളൂ, നല്ല രീതിയിൽ പിടിച്ചു വരുന്നുള്ളൂ കേട്ടോ. പിന്നെ കൊഴുപ്പ ചീര ഉണ്ട്. അപ്പം ഈ ചീര സാധാരണ നമ്മുടെ ഈ ചീരയും പിന്നെ പൊന്നാങ്കണ്ണിയും അതുപോലെ സാമ്പാർ ചീര പിന്നെ കൊഴുപ്പ 4 തരം ചീരയാണ് കേട്ടോ എൻ്റെ ടെറസിൽ ഉള്ളത്. അപ്പോൾ ഇതെല്ലാം ഞാൻ തുടങ്ങിയിട്ടുള്ളൂ. ഇതിൽ നിന്നൊന്നും എനിക്ക് കറികൾക്ക് കിട്ടാൻ തുടങ്ങിയിട്ടില്ല. ഞാനിത് ഉണ്ടാക്കി വരണുള്ളൂ. നിങ്ങൾക്കറിയാലോ ഞാൻ എൻ്റെ ചാനലിൽ എല്ലാ വീഡിയോസും ഞാൻ ഇടുന്നുണ്ട്, ഞാൻ ഓരോ നടുന്നതിൻ്റെ ഒക്കെ വീഡിയോസ്. അപ്പോൾ നിങ്ങൾക്കറിയാലോ ഞാൻ ഇതൊക്കെ വളർന്ന് വരുന്നേ ഉള്ളൂ. ഇതൊക്കെ വളർന്നിട്ട് കറി വെക്കുന്നതൊക്കെ ഞാൻ കാണിച്ചു തരണ്ടേ. അപ്പോൾ ഇതിന് ഇപ്പോൾ ഈ മഞ്ഞ ആയതുകൊണ്ട് നമുക്ക് ഒരു നേരം നനക്കണ്ടുള്ളൂ. കരിയിലിട്ടുകൊണ്ട് നല്ല വേനലാവുന്ന സമയത്ത് നമ്മൾ 2 നേരം നനച്ചു കൊടുക്കേണ്ടി വരും കേട്ടോ. അപ്പോൾ എല്ലാവരും ടെറസിലോ അല്ലെങ്കിൽ വീടിൻ്റെ അടുത്ത് ഇച്ചിരി സ്ഥലമൊക്കെ ഉണ്ടെങ്കിൽ അതിലൊക്കെ ഒന്ന് പച്ചക്കറിയൊക്കെ നട്ട് പിടിപ്പിക്കട്ടോ. നല്ല എളുപ്പമാണ്. കരിയിലുണ്ടെങ്കിൽ നമുക്കൊരു ടെൻഷനും ഇല്ല. പിന്നെ നമ്മുടെ ടെറസിനോട് ചേർന്നിട്ടാണ് നമ്മുടെ മാവ് നിൽക്കുന്നത്. അപ്പോൾ അതിൻ്റെ മുകളിൽ നന്നായിട്ട് മൂവാണ്ടമാങ്ങ ഉണ്ടായിട്ടുണ്ട് കേട്ടോ. അപ്പം കുറച്ച് ആ കൂട്ടത്തിൽ ടെറസിൽ കയറിയപ്പോൾ
കാണിക്കാമെന്ന് വെച്ചു. അപ്പോൾ നല്ല മാങ്ങയാണ്, മൂവാണ്ട് മാങ്ങ നല്ലോണം ഉണ്ടായിട്ടുണ്ട്. അപ്പം ഇന്നിപ്പോൾ ഈ ടെറസിലെ കൃഷി കാണിക്കുന്നതിൻ്റെ കൂട്ടത്തിൽ മാങ്ങയും കൂടി ഒന്ന് കാണിച്ചേക്കാന്ന് വെച്ചു. അപ്പോൾ എൻ്റെ വീഡിയോ കാണുന്നവർക്ക് അറിയാം, കഴിഞ്ഞ വർഷം നമ്മൾ ഈ സമയത്ത് ഒരുപാട് ലൈവുകളിലൊക്കെ താരമായിരുന്ന മാവായിരുന്നിട്ടാ ഇത് മൂവാണ്ട് മാങ്ങ. പിന്നെ ഇത് നമ്മുടെ അയൽവാസിയുടെ വീട്ടിൽ ചീര പറിക്കാൻ പോയപ്പെടുത്തതാണ്. ഞാൻ പറഞ്ഞില്ലേ നസീമത്താടെ വീട്ടിൽ, അവരുടെ വീട്ടിൽ ചീര മുളപ്പിച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഞാൻ ഇതിൽ നിന്ന് 2-3 തൈകൾ പറിച്ചിട്ട് നമ്മുടെ ടെറസിൽ കൊണ്ടുവന്ന് വെച്ചത് കേട്ടോ. അതുപോലെ തന്നെ ഷൈനി ചേച്ചിയുടെ വീട്ടിലും നമ്മുടെ വീട്ടിലും പാവയ്ക്ക ഉണ്ടായിട്ടുണ്ട്. അതും നല്ലപോലെ ഈ സമയത്ത് ഉണ്ടാകുന്ന ഒരു കൃഷിയാണ് ഈ പാവൽ നല്ലപോലെ ചെയ്യാൻ പറ്റും. അപ്പോൾ മുളക്, തക്കാളി, വഴുതന, വെണ്ട, പാവൽ, ചീര ഒക്കെ നമുക്ക് ഈ ജനുവരി മാസത്തിൽ നടാൻ പറ്റുന്ന തൈകളാണ് കേട്ടോ. അപ്പോൾ വിത്തൊക്കെ ഉണ്ടെങ്കിൽ എല്ലാവരും വേഗം നട്ടോളൂ. അപ്പോൾ ഇത് നട്ടാൽ മാത്രം പോരാ, അതിന് ബെസ്റ്റായിട്ടൊരു വളം കൊടുക്കണം. അപ്പോൾ മാസത്തിൽ ഒരിക്കലെങ്കിലും നിങ്ങൾ ഈ ഒരു വളം ഉണ്ടാക്കിയിട്ട് കൊടുക്കണം കേട്ടോ. അതായത് 1 ലിറ്റർ കഞ്ഞിവെള്ളത്തിലേക്ക് 2-3 ഒരു 5 കോഴിമുട്ടൻ്റെ തൊണ്ടും അതുപോലെ 3-4 ചെറുപ്പഴത്തിൻ്റെ തൊലിയും പിന്നെ 2 ദിവസത്തെ ചായപ്പിണ്ടിയും കൂടിയിട്ട് നന്നായിട്ട് അരക്കണം. ഇത് നന്നായിട്ട് അരച്ചെടുക്കുക. ഈ മുട്ടത്തോടും ചായപ്പിണ്ടിയും പിന്നെ അതുപോലെ വാഴക്കേൻ്റെ തൊലിയും കൂടിയിട്ട് നന്നായിട്ട് അരച്ചെടുക്കുക. അത് പിന്നെ കഞ്ഞിവെള്ളത്തിലേക്ക് മിക്സ് ചെയ്യുക. അപ്പോൾ കണക്ക് എങ്ങനെയെന്ന് വെച്ചാൽ 1 ലിറ്ററിൻ്റെ കണക്കാണ് ഞാൻ പറഞ്ഞത്. പക്ഷേ ഞാനിവിടെ ഒരു 3 ലിറ്റർ കഞ്ഞിവെള്ളത്തിൻ്റെ കണക്കിലാണ് അത് ഉണ്ടാക്കിയിട്ടുള്ളത്. എന്താണെന്ന് വെച്ചാൽ നമ്മുടെ ടെറസിലേക്ക് അത്രയും വേണം. അപ്പോൾ ഇത് പുളിപ്പിക്കാൻ വെക്കണം. ഒരു 5 ദിവസം പുളിപ്പിച്ചതിന് ശേഷമാണ് നമ്മൾ ഈ 3 ലിറ്റർ കഞ്ഞിവെള്ളം എന്നുള്ളത്, കഞ്ഞിവെള്ളമല്ല ഈ ഉണ്ടാക്കിയ ഈ വളം, പിന്നെ അതിൽ നമ്മൾ ഒരു 30 ലിറ്റർ വെള്ളം എന്നുള്ള കണക്കിലാണ് ഞാൻ ഒഴിച്ചു കൊടുക്കുന്നത്. അപ്പോൾ 1 ലിറ്ററിന് 10 ലിറ്റർ കണക്കിൽ നിങ്ങൾ ഡൈല്യൂട്ട് ചെയ്തിട്ട് ഒഴിച്ചു കൊടുത്താൽ മതി. ഇത് കണക്ക് പറയണമെന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു പല വീഡിയോയിലും. എനിക്ക് വരുന്ന കമൻറ്റ് അങ്ങനെയാണ്, നിങ്ങൾ കണക്ക് പറയാത്തതാണ് 1 ലിറ്റർ, അങ്ങനെ ലിറ്ററിൻ്റെ കണക്ക് പറയാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു. അത് കാരണമാണ് ഞാൻ കണക്ക് പറഞ്ഞത്. അങ്ങനെ കണക്കൊന്നുമില്ല, നമ്മൾ വീട്ടിലുണ്ടാക്കുന്ന ഓർഗാനിക് വളങ്ങൾക്ക് അത്ര വലിയ കുഴപ്പമൊന്നുമില്ല. കുറച്ച് കൂടി പോയാലും നല്ലത് തന്നെയെന്ന് ഞാൻ പറയുള്ളൂ. അപ്പോൾ എൻ്റെ ചെടികൾക്കൊന്നും വലിയ കുഴപ്പമൊന്നും വന്നിട്ടില്ല. എന്നാലും നമ്മൾ നന്നായിട്ട് ഡൈല്യൂട്ട് ചെയ്തിട്ട് വേണം കേട്ടോ ചെടികൾക്ക് ഒഴിച്ചു കൊടുക്കാനും. അപ്പോൾ ഇത് 5 ദിവസം അല്ലെങ്കിൽ 3 ദിവസവും റെസ്റ്റ് ചെയ്തിട്ട് വേണം തണലത്ത് റെസ്റ്റ് ചെയ്യാൻ വെക്കുക. അപ്പോൾ അതിലേക്ക് ചീഞ്ഞ മണമൊന്നും വരാതിരിക്കാനും ഒരു കഷ്ണം ശർക്കര ഇട്ടോ. എന്നിട്ട് അത് നന്നായിട്ട് ടൈറ്റ് ചെയ്തിട്ട് അടച്ചു വെച്ചേക്ക്. ഈ വളം ഞാൻ ഇപ്പോൾ അടുത്ത കാലത്ത് പഠിച്ചതാണ്. ഞാൻ നമ്മുടെ ജെമിനി ആപ്പുമായിട്ട് ഞാൻ കൃഷിയുടെ കാര്യങ്ങളൊക്കെ ചർച്ച ചെയ്യാറുണ്ട്. അപ്പോൾ അതിൽ നിന്ന് എനിക്ക് പറഞ്ഞതാണ് ഈ വളം. ഇപ്പോൾ ഞാൻ ഇതിനോട് പിന്നെ നമ്മുടെ ചാണകം ഇതുപോലെ കഞ്ഞിവെള്ളത്തിൽ പുളിപ്പിക്കാനാണ് പറഞ്ഞിട്ടുണ്ടായിരുന്നത്, അല്ലെങ്കിൽ പിണ്ണാക്കോ പുളിപ്പിക്കാനാണ് പറഞ്ഞിട്ടുണ്ടായിരുന്നത്. പക്ഷേ നമ്മുടെ കയ്യിൽ അതൊന്നും ഇല്ലാത്തത് കാരണം ഞാൻ പിന്നെ ചായപ്പൊടിയാണ് ചേർത്തിട്ടുള്ളത് കേട്ടോ. പിന്നെ നമ്മുടെ കയ്യിൽ അതൊക്കെ ഉണ്ടെങ്കിൽ അത് ചേർത്താൽ മതി. പിന്നെ വീട്ടിലുള്ള സാധനങ്ങൾ വെച്ചിട്ട് വളം ഉണ്ടാക്കുന്നതാണ് ഏറ്റവും നല്ലത്. അപ്പോൾ ഞാൻ ഈ സംഭവങ്ങൾ വെച്ചിട്ടാണ് ഈ വളം ഉണ്ടാക്കിയിട്ടുള്ളത്. അപ്പോൾ എൻ്റെ ടെറസിലേക്ക് 30 ലിറ്ററോളം വെള്ളം വേണം എൻ്റെ എല്ലാ പച്ചക്കറികൾക്കും. അപ്പോൾ അതിനനുസരിച്ചിട്ട് ഉണ്ടാക്കുക. നമ്മുടെ ഓരോ ഇതിനനുസരിച്ച് നമുക്ക് എത്ര പച്ചക്കറി ഉണ്ട് അതിനനുസരിച്ചിട്ട് ഉണ്ടാക്കുക. മാസത്തിൽ ഒരിക്കൽ ഒഴിച്ചു കൊടുക്കണം കേട്ടോ. ഈ വളം എന്തായാലും ഒഴിച്ചു കൊടുക്കണം. മാസത്തിൽ അല്ലെങ്കിൽ 2 ആഴ്ച കൂടുമ്പോൾ ഈ വളം ഒഴിച്ചു കൊടുക്കണം. പിന്നെ അതുമല്ല വൈകുന്നേരം ഒഴിച്ചു കൊടുക്കുന്ന ഒരു 5 to 5:30 ഉള്ളിൽ 6 മണിയുടെ ഉള്ളിൽ നമ്മളിത് ഒഴിച്ചു കൊടുക്കുക കേട്ടോ. അപ്പോൾ അന്നത് ഒഴിച്ചു കൊടുക്കുന്ന ദിവസം വേറെ നാനൊന്നും കൊടുക്കേണ്ട ആവശ്യമില്ല. അപ്പോൾ അതാണ് നമ്മുടെ പിന്നെ ചീര ഉഷാറായിട്ട് വരുന്നുണ്ട്. പിന്നെ ഞാനിപ്പോൾ എല്ലാത്തിനും ഒഴിച്ചു കൊടുത്തു. ഞാൻ ആദ്യം നേരത്തെ കാണിച്ചിട്ടുണ്ടായിരുന്നത് ഈ വീഡിയോയിൽ ഫസ്റ്റ് കാണിച്ചിട്ടുണ്ടായിരുന്നത് നമ്മുടെ പൂവൊക്കെ നന്നായിട്ട് ചെറുതായിട്ട് നിന്നാണ്ട് തക്കാളിയുടെ മുകളിൽ. ഇപ്പോൾ ഈ വളം ഞാൻ കൊടുക്കാൻ വന്ന സമയത്ത് പൂവൊക്കെ ഒന്നും കൂടുതലും വലുതായിട്ടുണ്ട് കേട്ടോ. അപ്പോൾ ഞാൻ എല്ലാത്തിനും ഈ വളം ഒഴിച്ചു കൊടുക്കുകയാണ്. പിന്നെ നമ്മുടെ ഉരുളക്കിഴങ്ങിന് എന്തായാലും ഈ വളം അത്യാവശ്യമാണ് കേട്ടോ. ഉരുളക്കിഴങ്ങിന് സ്ലറി ആഴ്ചയിൽ ഒരു ദിവസം സ്ലറി ഒഴിച്ചു കൊടുക്കുന്നത് വളരെ നല്ലതാണ്. നല്ലോണം ഉരുളക്കിഴങ്ങ് ഉണ്ടാകുമെന്നാണ് പറഞ്ഞിട്ടുള്ളത്. അപ്പോൾ അങ്ങനെ ഉരുളക്കിഴങ്ങ് ഇതുപോലെ വേരൊക്കെ വന്നിട്ട് മുളപ്പിക്കുന്നുണ്ടെങ്കിൽ നമ്മൾ ഇതുപോലെ സ്ലറി ആഴ്ചയിൽ ഒരു ദിവസം കൊടുക്കണം. സ്ലറി ഉണ്ടാക്കുന്ന വീഡിയോയും ഞാൻ എൻ്റെ ചാനലിൽ ഇട്ടിട്ടുണ്ട്. അപ്പോൾ അതൊക്കെ ഒന്ന് കയറി കാണാം. അല്ലെങ്കിൽ ഇതിൽ കമൻറ്റ് ചെയ്താൽ മതി, ഞാൻ വേണമെങ്കിൽ ഒന്നും കൂടിയും സ്ലറി ഉണ്ടാക്കുന്നത് കാണിച്ചു തരാം കേട്ടോ. പിന്നെ നമ്മളിതാ കുറച്ചും കൂടിയും വിത്തുകൾ മേടിച്ചിട്ടുണ്ട്. ഇപ്പോൾ ടെറസിൽ കാണിച്ചതൊന്നും ഞാൻ കാശ് കൊടുത്ത് മേടിച്ചിട്ടുണ്ടാക്കിയ ഒരു സാധനമില്ല. വേസ്റ്റ് തരുന്ന പച്ചക്കറിയിൽ നിന്ന്, നമ്മുടെ വീട്ടിൽ വേസ്റ്റായിട്ട് കിട്ടുന്ന പച്ചക്കറി, നമ്മുടെ മുന്നിൽ കടയാണല്ലോ, അപ്പോൾ അവിടെ നിന്ന് വേസ്റ്റായിട്ട് കിട്ടുന്ന പച്ചക്കറിയിൽ നിന്നൊക്കെ ഞാൻ എടുത്ത തൈകളാണ് ഇപ്പോൾ ടെറസിലുള്ളത്. പക്ഷേ ഇവിടെ അടുത്ത് പെലവാണി ഉണ്ടായപ്പോൾ ഞാൻ പിന്നെ അവിടെ നിന്ന് കുറച്ച് വിത്തുകളൊക്കെ വെച്ചിട്ടുണ്ട് കേട്ടോ. ചുവപ്പ് ചീര, വെണ്ട, വഴുതന, പിന്നെ പച്ചച്ചീര, പിന്നെ ക്യാബേജ് എനിക്ക് ഉണ്ടാക്കണം എന്നൊരു ആഗ്രഹമുണ്ട്. അപ്പോൾ ഞാൻ വിത്താണ് മേടിച്ചത്. എത്രത്തോളം അത് നടക്കും, സക്സസ് ആവുമെന്ന് അറിയില്ല. ഇനി വിത്ത് മുളപ്പിക്കുന്നതിൻ്റെയൊക്കെ വീഡിയോ ഞാൻ വേറെ ചെയ്യുന്നതായിരിക്കും. അപ്പോൾ ഉടനെ തന്നെ ചെയ്യാട്ടോ. അപ്പോൾ ഈ മാസം തന്നെ ജനുവരിയിൽ തന്നെ ഈ വിത്തൊക്കെ നമുക്ക് പാവണം. അപ്പോൾ അതിനുള്ള സെറ്റപ്പും കാര്യങ്ങളൊക്കെ ചെയ്ത് വരുന്നുണ്ട്. അപ്പോൾ അതിൻ്റെ ഒരു വീഡിയോ ഉടനെ ചെയ്യാട്ടോ. പിന്നെ നമ്മുടെ ടെറസിൽ നന്നായിട്ട് പയറുണ്ടായതായിരുന്നു. പയറിൻ്റെ ഇപ്പോഴത്തെ അവസ്ഥ എന്ന് വെച്ചാൽ അതെല്ലാം നമ്മുടെ തത്തമ്മ കൊത്തിക്കൊണ്ടുപോയി